ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ നല്ല റെസ്പോൺസാണ് ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ടായിട്ടുള്ളത്. KLIBF 3rd എഡിഷൻ ജനം ഏറ്റെടുത്തു. ഇനി KLIBF എന്ന ആശയം കേരളീയ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ലെജിസ്ലേച്ചർ ഫെസ്റ്റിവൽ ഒരുപക്ഷെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ പോലെ, ജയ്പൂർ ലിറ്റററി ഫെയർ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് ഫെയറായി KLIBF മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഇവിടെ ഒരു തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാ വിഭാഗം പ്രസാധകരെയും ഇതിൽ എല്ലാ തരത്തിലുള്ള കോർപ്പറേറ്റ്സും ഉണ്ട്, സാധാരണക്കാരനുണ്ട്. പക്ഷെ അതിൽ ഞാൻ കണ്ട പ്രത്യേകത സാധാരണക്കാരന് ഇതൊരു പാഷനായി കൊണ്ടു നടക്കുന്നതാണ്. ഇവിടെ ഒരു സ്റ്റോളൊക്കെ എടുത്ത കുറച്ച് ടൈറ്റിൽസ് മാത്രം പ്രസാദം നിർവഹിച്ച ആളുകളൊക്കെ ഒരു പാഷനായി കൊണ്ടു നടക്കുക. ഫാമിലി മുഴുവൻ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. അവർക്കൊക്കെ സ്റ്റാൾ ഇടാൻ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കാണ് അവർക്ക് എൻട്രി കിട്ടുന്നത്, ഈ പറഞ്ഞ ലെജിസ്ലേച്ചർ കോംപ്ലക്സിനകത്ത്. അത് കണ്ടു. പിന്നെ ഞാൻ കണ്ട എന്നെ കാണാൻ വന്ന പ്രസാധകന്മാരിൽ, പുതിയ റൈറ്റേഴ്സിൽ ഞാൻ കണ്ട മേസൺ വർക്കറുണ്ട്. അദ്ദേഹം ഇറക്കിയ പുസ്തകം ഇവിടെ പ്രസാദനം ചെയ്തു. അദ്ദേഹം എന്നെ വന്ന് കണ്ടു. ഇന്ന് വന്നൊരു പെയിൻറ്ററാണ്. അപ്പോൾ റൈറ്റിംഗ് സെക്ടറിനകത്ത് കടന്നു വന്ന പുതിയ സാധാരണക്കാർ, അവർക്കുൾപ്പെടെ ഇവിടെ വന്ന് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കണം എന്ന ആഗ്രഹം ഇവിടെ യാഥാർത്ഥ്യമായി. അവർക്കൊക്കെ ഇവിടെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സമഗ്രത കൊണ്ട് ഞാൻ നേരത്തെ മുഖവരെ സൂചിപ്പിച്ചതാണ്. കുട്ടികളുടെ വേദി, വിവിധ പ്രൊഫഷണൽസ്, സംവാദത്തിന് വരുന്ന വിവിധ മേഖലയുള്ളവർ, ഇതിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ എങ്ങനെയാണത് നടപ്പിലാക്കിയത്? ഞങ്ങൾ കൃത്യമായ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയെ പൂർണ്ണമായും ചുമതലപ്പെടുത്തി അവർ നയപരമായ കാര്യങ്ങൾ സ്പീക്കർ വഴി സംസാരിക്കും, സ്പീക്കർ ഓഫീസ് വഴി സംസാരിക്കും. ഈ കാര്യങ്ങളൊക്കെ ആ കമ്മിറ്റി, ഞങ്ങൾ വല്ലപ്പോഴും ഒരു മാസത്തിൽ ഈ കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ അത് മോണിറ്റർ ചെയ്യും. പൂർണ്ണമായും കമ്മിറ്റിയെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത്, ഈ ഓർഗനൈസിങ് കമ്മിറ്റിയെ കൂടുതൽ വിശ്വാസത്തിലെടുത്തപ്പം അവരെ കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ അവർ ഹോൾ ഹാർട്ടഡായി ഇതിൻ്റെ കൂടെ നിന്നു. ഇത് ലെജിസ്ലേച്ചർ അകത്തുള്ളൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടേതാണ്. ഇതിനകത്ത് കാസ്റ്റോ കളറോ പൊളിറ്റിക്സോ ഒന്നുമില്ല. ഇത് കൃത്യമായി ഞങ്ങളുടേതാണെന്നൊരു ഫീൽ ഓരോ മലയാളിക്കുണ്ടായി എന്നുള്ളതാണ്. ലെജിസ്ലേച്ചർ ബുക്ക് ഫെയർ KLIBF ഇത് കേരളത്തിലാകെയുള്ള മലയാളിയുടെ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കേരളീയ സമൂഹം ഏറ്റെടുത്തു. താങ്ക് യു. നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ 3ാം പതിപ്പിൽ വലിയ തരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടാകുന്നു. ജനങ്ങൾ എല്ലാ പുസ്തക സ്റ്റാളുകളിലേക്കും ഒഴുകിയെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പുസ്തകോത്സവത്തിൻ്റെ മുഖ്യ സംഘാടകനായ ആദരണീയനായ സ്പീക്കർ AM ഷംസീറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി കൈരളി ന്യൂസിനൊപ്പം ചേർന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.